പ്രിയ പ്രേക്ഷകരെ, തൃശൂർ പൂരത്തിൻ്റെ ഭാഗമായി തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി വെടിക്കോപ്പുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന പടക്ക നിർമ്മാണശാലയിൽ ആണ് കഴിഞ്ഞ ദിവസം സ്ഫോടനം ഉണ്ടായത്. ഉഗ്രസ്ഫോടനത്തിൽ നിരവധി ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ ആണ് മരണപ്പെട്ടിട്ടുള്ളത്. പലരുടെയും ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽ മരണപ്പെട്ടവർ ആര് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. തിരിച്ചറിയുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ പരിശോധനകൾ അടക്കം അനിവാര്യമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. ആ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നിരവധി സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിൽ ഒരു നൂറ്റാണ്ടിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ പോലും തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു. ഒരു വർഷം തന്നെ ഒന്നിലധികം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്കറിയാം, ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ജീവിത രീതിയുടെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഉത്സവ സീസണുകളിൽ വ്യാപകമായി വെടിക്കോപ്പുകൾ നിർമ്മിക്കപ്പെടാറും ഉണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാധാരണ നിലയിൽ ക്ഷേത്ര ഉത്സവങ്ങളിൽ അടക്കം ഇത്തരം വെടിമരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ അത് അത്ര തീവ്ര ശേഷിയുള്ള വെടിമരുന്നുകൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഉഗ്രശേഷിയുള്ള വെടിമരുന്നുകൾ ആയിരുന്നില്ല എന്നതാണ്. പിന്നീട് ഈ ഉത്സവങ്ങളുടെയും ആഘോഷത്തിൻ്റെയും ഒക്കെ കാഴ്ചകളിൽ മാറ്റം ഉണ്ടാകുന്നു, മത്സര സ്വഭാവത്തിലേക്ക് അത് മാറുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്രദേശത്തുള്ള ഉത്സവം അത് എത്രത്തോളം പ്രൗഢഗംഭീരമായിരുന്നോ അതിലേറെ വലിയ ഉത്സവം നടത്തണം തൊട്ടടുത്ത പ്രദേശത്ത് എന്ന തരത്തിലൊക്കെ ക്ഷേത്രങ്ങളും ക്ഷേത്ര കമ്മിറ്റികളും തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അവിടെ പാറമേക്കാവും അല്ലെങ്കിൽ തിരുവമ്പാടിയും ഒക്കെ അവരുടെ ആഘോഷത്തിന് മിഴിവേക്കുന്ന തരത്തിൽ ഒരു മത്സര ബുദ്ധിയോട് കൂടിയുള്ള കാഴ്ചകൾ ആണ്, വിരുന്നുകൾ ആണ് ഒരുക്കാറുള്ളത്. അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒക്കെ ഭാഗം എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ രാജ്യത്തെ നടുക്കിയ ഇത്തരം വെടിക്കെട്ട് അപകടങ്ങൾക്ക് പോലും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ 2000 മുതൽ 2010 വരെയുള്ള ഒരു കണക്കുകൾ പരിശോധിച്ചാൽ പോലും 2000-ന് ശേഷം 2010 വരെ ഏതാണ്ട് 15 വെടിക്കെട്ട് അപകടങ്ങൾ ആണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള അപകടങ്ങളിൽ 2000-നും 2010-നും ഇടയിൽ മാത്രം 41 മരണങ്ങൾ ആണ് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കണക്കുകളുമായി 2010 മുതൽ 2024 വരെയുള്ള കണക്കുകളെ താരതമ്യം ചെയ്യുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് 157 പേരുടെ ജീവൻ ആണ് ഈ കാലയളവിൽ ഇത്തരത്തിൽ, അതായത് വെടിക്കെട്ട് അപകടങ്ങളിൽ പൊലിഞ്ഞു പോയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ, അതായത് ഓരോ ഉത്സവ സീസണുകളിലും വെടിക്കെട്ടിൻ്റെ വീര്യം വർദ്ധിക്കുന്നു. പലതരത്തിലുള്ള വെടിക്കെട്ട് സാമഗ്രികൾ ഈ വെടിക്കെട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ്. അതായത് ഡൈനാമറ്റുകൾ പോലെ, കുഴിമിന്നൽ പോലെയുള്ള പല മാലപ്പടക്കങ്ങളും അതോടൊപ്പം തന്നെ ഗുണ്ടുകളും പോലെയൊക്കെയുള്ള കാഴ്ചക്കാർക്ക് വലിയ തോതിൽ ശബ്ദം കൊണ്ടും അതോടൊപ്പം തന്നെ വർണ്ണവിസ്മയം കൊണ്ടുമൊക്കെ ഏറെ ആകർഷണീയമാകുന്ന തരത്തിലുള്ള വെടിക്കോപ്പുകൾ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് 2010 മുതൽ ഇങ്ങോട്ടേക്ക് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള വലിയ വെടിക്കെട്ട് അപകടങ്ങൾ ഏതൊക്കെ എന്നത് പെട്ടെന്നൊന്ന് പരിശോധിച്ചു നോക്കാം. അതിൽ 2010 ഓഗസ്റ്റ് 1-ന് ഹരിപ്പാട് പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ അപകടമുണ്ടാകുന്നു. ആ പടക്ക നിർമ്മാണ കേന്ദ്രത്തിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇവിടെ ശ്രദ്ധിക്കുക, 2010 ഓഗസ്റ്റ് 1-നാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 2011 ഫെബ്രുവരി 1-ന് കേരളത്തെ നടുക്കിയ മറ്റൊരു വെടിക്കെട്ട് അപകടമുണ്ടാകുന്നു. അതായത് ഏതാണ്ട് 6 മാസത്തെ വ്യത്യാസത്തിൽ മാത്രമാണ് അടുത്ത അപകടം ഉണ്ടായത് എന്നതാണ്. അതാകട്ടെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തായിരുന്നു അത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. പാലക്കാട് ഒറ്റപ്പാലത്ത് മാന്നന്നൂരിന് സമീപം ത്രാങ്ങാലിയിൽ ആണ് പടക്കശാലയിൽ അപകടമുണ്ടാകുന്നത്. ആ അപകടത്തിൽ 13 ജീവനുകൾ ആണ് നഷ്ടപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 2011 ഫെബ്രുവരി 1-ന് ശേഷം പിന്നീട് 2011 ഡിസംബർ 28-നും വലിയ അപകടമുണ്ടാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 6 മാസത്തെ ഇടവേളയിൽ ആയിരുന്നു ആ 2 പടക്ക സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ വീണ്ടും 2011 ഡിസംബർ 28-ന്
പാലക്കാടിന് തൊട്ടടുത്തുള്ള ജില്ലയാണ് തൃശ്ശൂർ എന്ന് നമുക്കറിയാം. അവിടെ തൃശ്ശൂരിൽ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുന്നു. തൃശ്ശൂർ അത്താണി സീമെറ്റിന് സമീപം ആണ് പടക്ക നിർമ്മാണശാലയിൽ അപകടമുണ്ടാകുന്നത്. ആ പടക്ക നിർമ്മാണശാലയ്ക്ക് തീ പിടിച്ച് അന്ന് ഉണ്ടായത് 6 മരണം ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ 2011 ശേഷം പിന്നീട് സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുകയും നിരീക്ഷണങ്ങൾ കാര്യക്ഷമമാക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. എന്നാൽ 2013 മാർച്ച് 2 വീണ്ടും പാലക്കാട് ജില്ലയിൽ തന്നെ മറ്റൊരു അപകടം ഉണ്ടാകുന്നു. അത് പാലക്കാട് ജില്ലയിലെ ചേർപ്പുളശ്ശേരിയിലെ പടക്ക നിർമ്മാണശാലയിൽ ആയിരുന്നു ആ അപകടം ഉണ്ടായത്. ആ അപകടത്തിൽ 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പിന്നീട് 3 വർഷക്കാലം ഇത്തരത്തിലുള്ള വാർത്തകൾ ഒന്നും തന്നെ കേരളം കേട്ടിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ 2013 മാർച്ച് മാസത്തിൽ വീണ്ടും കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു അപകടമുണ്ടാകുന്നു. ആ അപകടം ഒരുപക്ഷെ കേരളത്തെ മാത്രം അല്ല ഞെട്ടിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. രാജ്യത്തെ തന്നെ നടുക്കിയ വെടിക്കെട്ട് അപകടം ആയിരുന്നു ഉണ്ടായത്. അത് കൊല്ലം ജില്ലയിലെ പുറ്റിങ്ങലിൽ ആയിരുന്നു. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിൽ ആയിരുന്നു ആ വെടിക്കെട്ട് അപകടം ഉണ്ടായത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ 1/4 നൂറ്റാണ്ട് കാലത്തെ വെടിക്കെട്ട് അപകടങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും വലിയ അപകടം എന്നത് കൊല്ലത്തുണ്ടായ ആ അപകടമാണ്. 110 പേർക്കാണ് അന്ന് ആ അപകടത്തിൽ, അതായത് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായത്. 750-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏറ്റവും എടുത്തു പറയേണ്ടത് 180 വീടുകൾ ആ ഉഗ്രസ്ഫോടനത്തിൽ തകർന്നു പോയി എന്നതാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ക്ഷേത്രങ്ങൾ പലതും, അതായത് ഇപ്പോൾ തന്നെ ഈ തൃശ്ശൂരിലുണ്ടായിട്ടുള്ള അപകടം നമുക്കറിയാം. അത് പടക്ക നിർമ്മാണശാലയിലാണ് അപകടമുണ്ടായത്. അത് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി തയ്യാറാക്കുന്ന വെടിക്കോപ്പുകൾ ആയിരുന്നു. ഈ വെടിക്കോപ്പുകൾ പിന്നീട് ഈ പടക്ക നിർമ്മാണശാലയിൽ നിന്ന് നീക്കുമ്പോഴോ അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിലോ ഒക്കെ ആണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എങ്കിൽ ഒരു പക്ഷേ ഇതിലും വലിയ ദുരന്തമായി അത് മാറുമായിരുന്നു. ഇപ്പോൾ ഇത് 5.5 ഏക്കർ സ്ഥലത്ത് ഈ പടക്ക നിർമ്മാണശാലകൾ എന്നത് ഒറ്റപ്പെട്ട ഒരു ഭൂപ്രദേശത്താണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ടത് തൊഴിലാളികളാണ് എങ്കിൽ പലപ്പോഴും ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സമീപ പ്രദേശങ്ങളിലും വലിയ നാശനഷ്ടം സംഭവിക്കുന്നു എന്നതാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പ്രേക്ഷകരെ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്, 2016 ഏപ്രിൽ 10 ഈ അപകടമെങ്കിൽ ഏതാണ്ട് 10 വർഷം, അതായത് 10 വർഷം, ഈ പുറ്റിങ്ങൽ അപകടത്തിന് 10 വർഷം പിന്നിടുമ്പോൾ ആണ് ഇതുപോലെ തന്നെ സമാനമാകുന്ന തരത്തിൽ സംസ്ഥാനത്തെ നടുക്കിയ മറ്റൊരു അപകടം ഈ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ച കാര്യം എന്നത് കേരളത്തിലെ ഈ വെടിക്കെട്ട് അപകടങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ആ വെടിക്കെട്ട് അപകടങ്ങളിൽ ഏറെയും സംഭവിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആണ് എന്നതുകൂടിയാണ്. അതിന് കാരണം എന്നത് ഉത്സവ സീസണുകൾ ആണ്. ഈ ഉത്സവ സീസണുകളിൽ ആണ് അധികമായും വെടിക്കോപ്പുകൾ ഉപയോഗിക്കുകയും കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഇതാ ഈ 2016 ഏപ്രിൽ 10 കൊല്ലത്ത് ഉണ്ടായ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഈ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം കർശനമാക്കുകയും ചെയ്തു. അതായത് ഈ വെടിക്കെട്ടിന് വേണ്ടി സാമഗ്രികൾ നിർമ്മിക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന വെടിമരുന്ന് അതിൻ്റെ തീവ്രത, അതിൻ്റെ ക്വാണ്ടിറ്റി, അളവ്, ഇതൊക്കെ സംബന്ധിച്ച് കൃത്യമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകണം എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കും. അങ്ങനെ കൂടുതൽ കാര്യക്ഷമമായി ഈ മേഖലയിലെ നിരീക്ഷണ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കാം 2016 ശേഷം 2020 വരെ അങ്ങനെ സംസ്ഥാനത്തെ നടുക്കിയ ഏതെങ്കിലും തരത്തിലുള്ള വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായില്ല എന്നത് എടുത്തു പറയേണ്ടത്. പക്ഷേ 2020 മാർച്ച് 20 വീണ്ടും സംസ്ഥാനത്ത് വെടിക്കെട്ട് അപകടമുണ്ടാകുന്നു. അത് ഉണ്ടായതാകട്ടെ കുട്ടനാട് ആയിരുന്നു. കുട്ടനാട് പുളിങ്കുന്നിലെ അനധികൃത പടക്ക നിർമ്മാണശാലയായിരുന്നു പൊട്ടിത്തെറിച്ചത്. അതാണ് പ്രേക്ഷകരെ എടുത്തു പറയേണ്ടത്. അത് ഈ സൂചിപ്പിക്കുന്ന പോലെ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ, നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ കുറച്ചുനാൾ കാര്യക്ഷമമായി മുന്നോട്ട് പോയെങ്കിൽ അതിനുശേഷം അനധികൃത പടക്ക നിർമ്മാണശാലയ്ക്കാണ് കുട്ടനാട് സ്ഫോടനമുണ്ടായത് എന്ന് പറയുമ്പോൾ ആ സംവിധാനങ്ങളിലെ പിഴവ് എത്രത്തോളം എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതാ ഈ 2024 ഫെബ്രുവരി 12 ആയിരുന്നു തൃപ്പൂണിത്തറയിൽ, എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ ഒരു അപകടം ഉണ്ടായത്. അത് തൃപ്പൂണിത്തറ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉണ്ടായ വെടിക്കെട്ട് അപകടമായിരുന്നു. അവിടെ 2 മരണം ആണ് ഉണ്ടായത്. ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ പുതിയകാവിൽ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതായത് തീവ്ര ശക്തിയുള്ള
വെടിക്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വെടിക്കെട്ടാണ് ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത്. അവിടെ പരിസരവാസികൾ എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തോട് തൊട്ടു ചേർന്ന് തന്നെയാണ്. ഒപ്പം ഈ വെടിക്കെട്ട് നടത്തുന്ന പ്രദേശത്ത് നിന്ന് അധികം ദൂരമില്ലാതെയാണ് നിരവധി വീടുകൾ ഉള്ളത്. അന്ന് ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ അടക്കം പ്രദേശവാസികൾ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ചൂണ്ടിക്കാണിച്ചതാണ്. അവിടെയും ഈ പരിസര പ്രദേശങ്ങളിലെ വീടുകൾക്ക് അടക്കം വിള്ളൽ ഉണ്ടായിരുന്നു. മാത്രവുമല്ല കൊച്ചുകുട്ടികൾ, ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ജീവൻ പോലും അപകടത്തിലാകുന്ന തരത്തിലാണ് ഇവിടെയൊക്കെ ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം, സുരക്ഷാ സംവിധാനങ്ങൾ വെടിക്കെട്ട് നടത്തുമ്പോൾ ഉണ്ടാകണം എന്ന ഒരു ആവശ്യം പൊതുവെ ഉയർന്നു വന്നിരുന്നു. ഈ ഫെബ്രുവരി 12, 2024 തൃപ്പൂണിത്തറ പുതിയകാവിൽ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. 2024 തന്നെ സംസ്ഥാനത്ത് നടക്കിയ മറ്റൊരു അപകടം കൂടി ഉണ്ടായി. അത് ഒക്ടോബർ 29 അത് നീലേശ്വരത്ത് അഞ്ഞൂറ്റമ്പലം വീരർക്കാവിൽ ആയിരുന്നു എന്നതാണ്. അവിടെയും വെടിക്കെട്ട് അപകടത്തിൽ 6 മരണം ആണ് സംഭവിച്ചത്. ഇവിടെ പ്രേക്ഷകരുമായി സൂചിപ്പിച്ചത് കഴിഞ്ഞ 2010 ശേഷം കേരളത്തെ നടുക്കിയ വെടിക്കെട്ട് അപകടങ്ങളുടെ കണക്ക് മാത്രമാണ്. അതിനു മുമ്പ് ഒരു നൂറ്റാണ്ട് കാലത്തെ കണക്കുകൾ എടുത്താൽ പോലും ഇത്തരത്തിൽ വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി ജീവനുകൾ ഇത്തരത്തിൽ പൊലിയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നമ്മുടെ സംസ്കാരത്തിൻ്റെയും ജീവിത രീതിയുടെയും ഒക്കെ ഭാഗങ്ങളായി അല്ലെങ്കിൽ ഭാഗമായി ഈ ആഘോഷങ്ങളെയൊക്കെ കാണേണ്ടതുണ്ട്. അവിടെയാണ് ഈ വെടിക്കെട്ടുകൾ കൂടുതൽ ജനപ്രിയമായി മാറുന്നത്. പുതിയ കാലഘട്ടത്തിൽ പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെടിക്കെട്ടുകൾ കൂടുതൽ ആകർഷകമാക്കുന്നതിന് വേണ്ടി ഈ ഉത്സവ കമ്മിറ്റികൾ ഒക്കെ മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലും ഇത്തരം അപകടങ്ങൾ നിരവധി പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.